അവർ നമ്മളെ ഏറ്റവും വില കുറച്ചാണ് കാണുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഡിമാൻഡ് വയ്ക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മളെ മോൾക്ക് ഇത്രയും കൊടുക്കുമ്പോൾ വലിയൊരു സംബന്ധം കിട്ടുന്നു. ഒരിക്കലില്ല. അത് നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കുന്ന ഭാഗമാണ്. ഒരിക്കലും നമ്മൾ ഡിമാൻഡ് വയ്ക്കരുത്. ഞാൻ ഇത് തരും, ഇന്ന് കൊടുക്കും, ഇന്നും ഡിമാൻഡ് വയ്ക്കരുത്. അതുപോലെ തന്നെ നമ്മളോട് ഡിമാൻഡ് വയ്ക്കുന്നവരുണ്ടാവും. ആ ഡിമാൻഡ് വയ്ക്കുന്നവർ ഒരിക്കലും നമ്മൾ കച്ചവടത്തിനല്ല നിൽക്കുന്നത് അല്ലേ. നമ്മൾ കച്ചവടത്തിനല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടെ പെണ്ണും ചെക്കൻ്റെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ കല്യാണം രണ്ട് മനസ്സുകൾ ഒന്നിക്കുക, രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുക അല്ലേ. ഒരു ആരോടും അങ്ങോട്ടോട് ബന്ധമില്ലാത്ത രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുക എന്നുള്ളതാണ് കല്യാണം മുഖേന നടക്കുന്നത് അല്ലേ. കല്യാണം മുഖേന നടക്കുന്നത് രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ കല്യാണം. ശരിക്കും പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ, ഒരു പരിചയമില്ലാത്ത രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുകയും അത് മുഖേന ഒരുപാട് ബന്ധങ്ങൾ, സ്വന്തങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണങ്ങൾ കഴിക്കുന്നത് അല്ലേ. അപ്പം നമ്മളടുത്ത് ഡിമാൻഡ് വയ്ക്കുന്നവരടുത്തും നമ്മൾ ഡിമാൻഡ് വയ്ക്കാനും പാടില്ല. ഈ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മാക്സിമം എൻ്റെ മോള് അവരെന്തെങ്കിലും ഒന്നും വെച്ചില്ല, അങ്ങനെ ഒന്നുമില്ല മക്കളെ, ഞങ്ങൾ കൊടുക്കില്ല എന്നൊന്നും പറയില്ല. അങ്ങനെ നിങ്ങൾ ഡിമാൻഡ് വെച്ചാൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഡിമാൻഡിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല, ഓ ഇവൻ്റെ മോളെ കല്യാണം കഴിക്കുന്ന